മലപ്പുറം, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാളിക്കടവ് പാലം നിർമ്മാണത്തിനായുള്ള നടപടികൾ വേഗത്തിലാകുന്നു. പദ്ധതിയുടെ ആകെ അടങ്കൽ തുകയുടെ 20% തുകയ്ക്കുള്ള വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി ധനവകുപ്പിന് സമർപ്പിക്കാൻ ബജറ്റ് നിർദ്ദേശമായി. മഞ്ചേരി PWD പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത്. നിലവിലെ ബജറ്റ് പ്രപ്പോസൽ പ്രകാരം ആകെ തുകയുടെ 20% വകയിരുത്തിക്കൊണ്ടുള്ള ഭരണാനുമതി എത്രയും വേഗം ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാലം നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പാലം ആക്ഷൻ കൗൺസിൽ കൺവീനർ കെ രാധാകൃഷ്ണൻ അറിയിച്ചു. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ 25 കോടി രൂപ അടങ്കൽ തുകയും ടോക്കൺ മണിയും നീക്കിവച്ച കാളിക്കടവ് പാലം പദ്ധതിക്ക് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ള പാലം പ്രോജക്ടിന് 17 കോടി രൂപയുടെ DPR തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ട് ഏറെക്കാലമായി. ഇതിനായി സർവകക്ഷി പാലം കമ്മിറ്റി മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നു. പാലത്തിന്റെ അനുബന്ധ റോഡിന് ആവശ്യമായ 37 സെന്റ് സ്ഥലം സമിതി ഭൂവുടമകളിൽ നിന്ന് വാങ്ങി സർക്കാരിലേക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ നിന്നും കരിങ്കലത്താണി ആലിപ്പറമ്പ് പാതയെയും പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി സംസ്ഥാന പാതയിലെ കാറൽമണ്ണയെയും ബന്ധിപ്പിക്കുന്നതാണ് കാളിക്കടവ് പാലം. CCN പെരിന്തൽമണ്ണ.